മാംഗോസ്റ്റിൻ പൂവിട്ട് തുടങ്ങിയതിൻ്റെ രണ്ടാം ഘട്ടം. പൂവിൻ്റെ പൂവിട്ട് തുടങ്ങിയ ഒരു 10 ദിവസത്തിനുള്ളിൽ പിന്നെ അതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ താഴേക്ക് കൊഴിയും. അതിൽ വിഷമിക്കേണ്ട, അത് കൊഴിഞ്ഞിട്ട് വേണം അതിൻ്റെ കായ പിടിക്കുന്നത്. അത് ഞാനൊരു മുമ്പ് കാണിച്ച വീഡിയോയോട് അനുബന്ധമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കായ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നുകൂടി ഇടുന്നതാണ്. ഇപ്പോൾ താഴെ കിടക്കുന്നുണ്ടോ, ആയിരക്കണക്കിന് ഇതളുകളാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി വീണ്ടും ഇങ്ങനെ ഇതളുകൾ പൂവിട്ടതിൻ്റെ ഇതളുകൾ ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കായ പിടിക്കും. ഈ പിടിക്കുന്നതിൽ ശരിക്കും മാംഗോസ്റ്റിൻ്റെ ഇതനുസരിച്ചിട്ട് 1/3 കായയാണ് കൊഴിയുന്നത്. 1/3 കായ കൂടുതൽ കൊഴിഞ്ഞാൽ മാത്രമാണ് കൊഴിച്ചിലെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അതനുസരിച്ച് പിടിക്കും. ഇതിപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 3-ാം ഘട്ടം കൂടി നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ കാണാൻ കഴിയും, ചിലതിൽ ഫുള്ളി പൂവിൻ്റെ ഇതളുകൾ താഴേക്ക് കൊഴിഞ്ഞ് കായകൾ പഴത്തിൻ്റെ മാംഗോസ്റ്റിൻ പഴമായിട്ട് തീരാനുള്ള ആ പ്രാരംഭഘട്ടത്തിലുള്ള കായകൾ വിരിഞ്ഞു തുടങ്ങി. ഇതൊക്കെയെന്ന് പറയുന്നത് കണ്ണിന് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 3-4 മരങ്ങളിൽ തോട്ടം വിട്ടിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന സമയത്ത് കാലത്ത് വൈകുന്നേരം 24 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു ആകർഷണമുണ്ട്. കാലത്ത് തന്നെ നടക്കാൻ പോയിട്ട് വരുന്ന സമയം ഇന്ന് പണിമുടക്കായതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മാറ്ററുണ്ട്. ഇത് പോകാനായിട്ട് പറ്റില്ല. അതാണ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൂട്ടുകാരനോട് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാംഗോസ്റ്റിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അധികം മനോഹരമാണ്. എന്തായാലും ഇതിൻ്റെ ഒരു 3-ാം സ്റ്റേജ് ഉണ്ട്. ഇനി കായ വിരിഞ്ഞിട്ടുള്ള ഒരു 3-ാം സ്റ്റേജ് ഉണ്ട്. നന്നായിട്ട് പഴമായിട്ടുള്ള സ്റ്റേജ്, പഴമാവുന്നതിന് മുമ്പ് സ്റ്റേജ്. അതുകൂടി ഒരു വീഡിയോയിൽ കാണിക്കുമായിരിക്കും.